യെസ് ചന്ദ്ര, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അർഹതപ്പെട്ട രണ്ട് കൈകളിലേക്കാണ് മലയാളത്തിൽ അത് എത്തിയിരിക്കുന്നത്. ആ ചിത്രവും നമുക്കറിയാം എത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് ഉള്ളൊഴുക്ക് എന്നുള്ളത്. അത്തരത്തിലാണ് നാഷണൽ ലെവലിൽ ഏത് തരത്തിലാണ് ഏതൊക്കെ സിനിമകളാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്? നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് മാറിയോ അവാർഡ് പ്രഖ്യാപനം? പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യാതൊരു അവാർഡുകളും ഇത്തവണ ഉണ്ടായിട്ടില്ല. അത്യാവശ്യം എല്ലാ അവാർഡുകളും നമ്മൾ പ്രതീക്ഷിച്ച അവാർഡുകളൊക്കെ തന്നെയാണ്. ആനിമൽ എന്ന ചിത്രത്തിന് പ്രത്യേക ജൂറി പരാമർശം അടക്കമുള്ള നാലോളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അനിമൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന സിനിമയാണ്. ഒരേ സമയം മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള കഥയാണ്, അതിന്റെ ആവിഷ്കാരവും തെറ്റായ ആശയമാണ് പങ്കുവെക്കുന്നത്, പുതിയ തലമുറയെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നൊക്കെ ഉള്ള തരത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിട്ട ചിത്രം കൂടിയായിരുന്നു ആനിമൽ. ഓൺ ദ അതർ സൈഡ് അതേസമയം തന്നെ ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത കൊമേഴ്ഷ്യലി ഏറെ വിജയം കണ്ട സിനിമ കൂടിയായിരുന്നു ആനിമൽ. ചിത്രത്തിനും ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അനിമലിന് ലഭിച്ചിട്ടുള്ള അവാർഡും കേരള സ്റ്റോറിക്ക് ലഭിച്ചിട്ടുള്ള അവാർഡും ഇത് പറഞ്ഞതുപോലെ തന്നെയുള്ള വലിയ ചർച്ചകൾ ഒരുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 33 വർഷങ്ങൾക്ക് ശേഷം ഷാറൂഖ് ഖാന്റെ കൈകളിലേക്ക് നാഷണൽ അവാർഡ് വന്നിരിക്കുകയാണ്. ജവാനൊപ്പം തന്നെ ഇറങ്ങിയിട്ടുള്ള പത്താൻ ഏറെ വിവാദമായിരുന്നു. അത് സംഘ് ഹാൻഡിലുകൾ എങ്ങനെയാണ് അതിനെ ഏറ്റെടുത്തതെന്നും അത് എത്തരത്തിലുള്ള ചർച്ചകൾ രാജ്യത്ത് മുഴുവൻ സൃഷ്ടിച്ചിരുന്നു എന്നും അതിനെതിരെ ഉണ്ടായിട്ടുള്ള ബോയ്ക്കോട്ട് ആരോപണങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ തുടർച്ചയായി ആറ്റ്ലി ഒരു ദക്ഷിണേന്ത്യൻ സംവിധാനം ചെയ്ത ചിത്രം കൂടിയായിരുന്നു ജവാൻ. ആ ചിത്രത്തിൽ